കുടുങ്ങി വെള്ളം ഒന്നും കുടിക്കാതെ അവരിട്ട് ഞങ്ങൾ രക്ഷപ്പെടും. കാട്ടിലങ്ങാടി സ്കൂളിന്റെ പ്രദേശത്ത് ഒരാഴ്ചയായി തലയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കുടുങ്ങിയ നായക്ക് രക്ഷകരായി TDRF വോളണ്ടിയർമാർ. പ്രദേശവാസികൾ ബോട്ടിൽ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെയാണ് TDRFിന്റെ സഹായം തേടിയത്. അതുപോലെ തന്നെ താനൂർ അഞ്ചുടി സ്വദേശി അക്ബറിന്റെ വീട്ടുമുറ്റത്ത് ഉപയോഗശൂന്യമായ കിണറിൽ 2 ദിവസമായി അകപ്പെട്ട നായയെയും രക്ഷപ്പെടുത്തി. വാർഡ് കൗൺസിലർ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് TDRF വോളണ്ടിയർമാർ സ്ഥലത്തെത്തി നായയെ ജീവനോടെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. TDRF വോളണ്ടിയർമാരായ അർഷാദ് CP, ഉഷ തിരൂർ, മഹേഷ് തിരൂർ, ഷഫീഖ് ബാബു, ആബിദ് റഹ്മാൻ ഇരിങ്ങാവൂർ, സലാം അഞ്ചുടി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. താനൂർ കാട്ടിലങ്ങാടി വൈദ്യരാട് പ്രദേശത്ത് 6 ദിവസമായി ഒരു നായ ബോട്ടിൽ കുടുങ്ങി വെള്ളം ഒന്നും കുടിക്കാതെ അവരിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷെ കൂടുതൽ നായ്ക്കൾ നമ്മളെ ശല്യം ചെയ്യുന്നത് കൊണ്ട് TDRFിനെ വിവരം അറിയിച്ച് അവർ ബന്ധപ്പെട്ട് അവർ വന്ന് നായൻ്റെ കഴുത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുത്തു. അതിന് TDRFിന് നന്ദി അറിയിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.